സ്വർഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. വെളിതു കൈക്കൊണ്ടലിവൊടു നാഥ, മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരി അവരിൽ കൊളുത്തണമേ. സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ദൈവം അമ്മച്ചിയോട് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും നമ്മൾ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ പ്രാർത്ഥനയും നന്ദി പ്രകാശനവും വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലൂടെ ആരംഭിച്ച ജീവിതമാണ് ഈ അമ്മച്ചിയുടേത്. ഈ അവസാനമായി ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ അമ്മയിലൂടെ നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കാം. അഭിയന് ജേക്കബ് പിതാവ് നമ്മളോടൊന്നിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ആന്റണിയച്ഛന്, മെൽവിനച്ഛന് നമുക്കൊന്നു ചേർന്ന്, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും വിഷമവും ത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. പ്രത്യേകിച്ച് കത്തീഡ്രൽ പള്ളിയുടെ പേരിൽ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേറോട്ടുപോയ ഞങ്ങളുടെ സഹോദരിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മെസ്സിയാൽ അവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ഈ ദിവരഹസ്യങ്ങളിൽ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ും
നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിരിപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. Brothers and sisters, a reading from the first letter of St. Paul to the Corinthians, chapter 15, verses 12 to 19. May Christ bless you. But if Christ is preached as raised from the dead, how can some among you say there is no resurrection of the dead? If there is no resurrection of the dead, then neither has Christ been raised. And if Christ has not been raised, then empty too is our preaching, empty too your faith. Then we are also false witnesses to God, because we testified against God that he raised Christ, whom he did not raise, if in fact the dead are not raised. For if the dead are not raised, neither has Christ been raised. And if Christ has not been raised, your faith is vain, you are still in your sins. Then those who have fallen asleep in Christ have perished. If for this life only we have hoped in Christ, we are the most pitiable people of all. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം
നമുക്ക് ശ്രദ്ധാവാറിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോട് അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറിയം ഈശോ നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളും അവളോടുകൂടി വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ ഈശോ ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ച്, അവനെ നിങ്ങൾ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. ഈശോ കണ്ണീർ പൊഴിച്ച്. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഈശോ വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തങ്ങൾ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ല് വച്ചിരുന്നു. ഈശോ പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, ഇപ്പോൾ ദുർഗതമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ഈശോ അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ അവർ കല്ലെടുത്ത് മാറ്റി. ഈശോ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്നെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസരേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ചുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു വരുന്നു. ഈശോ അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന യഹൂദർ വളരെ പേർ അവൻ പ്രവർത്തിച്ച കണ്ട് അവനിൽ വിശ്വസിച്ചു. സ്തുതി. ഈശോയിലേറ്റവും പ്രിയ വൈദികരെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രത്യേകമായി മെഥിപ്പാര കുടുംബാംഗങ്ങളെ, മരണത്തിൻ്റെ നിഴലിൽ അവസാന യാത്ര പറയുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഈ ദേവാലയത്തിൽ അമ്മച്ചിയുടെ മൃതദേഹത്തെ ചുറ്റുമായി നാം ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അന്നമ്മ ജോസഫ് മെഥിപ്പാറ 98 വർഷത്തോളം നമ്മളോടൊപ്പം ജീവിച്ച് ദൈവം തനിക്ക് നൽകിയ വിശ്വാസ ചൈതന്യം അഭംഗരം പരിപാലിച്ച് അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കുമായിട്ട് പകർന്നു കൊടുത്ത് വലിയ ഒരു കുടുംബത്തിൻ്റെ കാരണവറ്റി എന്ന രീതിയിൽ ഇന്ന് നമ്മോട് വിടവാങ്ങുന്ന അവസരമാണ്. ദീർഘനാളത്തെ ജീവിതത്തിന് ദൈവസന്നിധിയിൽ നമ്മൾ നന്ദി പറയുന്നു. ഒപ്പം ദൈവസന്നിധിയിലെ കാരുണ്യത്തോടെ അവളെ സ്വീകരിച്ച് നിത്യസമാധാനം നൽകി അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, അവർക്ക് ഈ മരണ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമ്മെ ഒന്നിപ്പിച്ച് കൂട്ടുന്നത് കുടുംബമാണ്, വിശ്വാസമാണ്. നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന ഒരു കുടുംബം, വളരുന്ന കുടുംബം, നമ്മുടെ സ്വന്തം കുടുംബം എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ഏറെ ഹൃദ്യമായ ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. കുടുംബ ബന്ധത്തോളം ആഴമായി മറ്റൊരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് വളരെ ആഴമായ ബന്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്, ക്രൈസ്തവ വിശ്വാസം. ഈശോയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച് അതിൻ്റെ സന്തോഷത്തിലായിരിക്കുന്ന പ്രത്യേക അവസരമാണല്ലോ ഇത്. മിനിഞ്ഞാന്ന് പുതിയ ഞായറാഴ്ച ആഘോഷിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഉയർപ്പിൻ്റെ സന്തോഷം, മഹത്വപൂർണ്ണനായി മരണത്തെ കീഴടക്കി നിത്യമഹത്വം നേടിയ കർത്താവുള്ള വിശ്വാസം, അത് നമ്മി എല്ലാ ഞായറാഴ്ചയിലും ഒന്നിച്ചു കൂട്ടുന്നു. മറ്റ് അവസരങ്ങളിലും കഴിയുന്നിടത്തോളം ഒന്നിച്ചു കൂട്ടുന്നു.
വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മെ തന്നെയും ഈശോയുടെ ബലിയോടുയർത്ത് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ സ്വീകരിച്ച് അവിടുത്തെ വക്താക്കളായിട്ട്, മക്കളായിട്ട്, പ്രേക്ഷിതരായിട്ട് നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ജനിച്ചു വളരുന്ന കുടുംബവും വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന സഭയാവുന്ന കുടുംബവും അഭേദ്യമാരിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ഈ രണ്ട് കുടുംബത്തോടും നമ്മൾ ബന്ധപ്പെട്ടാണ് പോവുക. അതുകൊണ്ട് അമ്മച്ചിയും ഈ രീതിയിൽ താൻ ജനിച്ചു വളർന്ന ആ കുടുംബത്തോടുള്ള ബന്ധം, താൻ നേതൃത്വം നടത്തി വളർത്തിയ കുടുംബത്തോടുള്ള ബന്ധം, താൻ വിശ്വാസത്തിലൂടെ കടന്നു വന്ന സഭയോടുള്ള ബന്ധം, ഇതെല്ലാം ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നു. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. കേരളത്തിലെ മൂവാറ്റുപുഴ അടുത്ത മാറാടി എന്ന സ്ഥലത്താണ് അമ്മച്ചി ജനിച്ചത്. അത് കഴിഞ്ഞ് മെഥിപ്പാറ കുടുംബത്തിലേക്ക് വിവാഹം വഴി കടന്നു വന്നു. മെഥിപ്പാറ ജോസഫ് ഭർത്താവായിരുന്നു. അവർ ഇവിടെ എത്തിച്ചേരാനും അമേരിക്കയിൽ വരുവാനും ആ രീതിയിൽ മക്കളെ കൊണ്ടുവരുവാനും ഒക്കെ അവസരമായി. അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കൾ ഏഴ് മക്കൾ. അവരുടെ ഏറ്റവും മൂത്ത് സിസ്റ്റർ ഡോറിസ് മെഥിപ്പാറ കൽക്കട്ടയിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ അംഗമാണ്. ജോ മെഥിപ്പാറ ആൻഡ് മേരി ജോ ഇവിടെയുണ്ട്, കുടുംബസഹിതം ഇവിടെയാണ്. സിസ്റ്റർ ഗൈഡ്സ് മെഥിപ്പാറ തൃശ്ശൂർ സെൻറ്റ് മാർത്താസ് കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ലില്ലി കുര്യാക്കോസ് കടവൂർ നാട്ടിലാണ്. മേരി ലാഹിയൽ ആൻഡ് റോയ് ഇവിടെയുണ്ട്. ടോമി മെഥിപ്പാറ ആൻഡ് എൽസ അവരിവിടെയാണ്. ലിസി കോലത്ത് ആൻഡ് സാബി അവരിവിടെ തന്നെയുണ്ട്. അവരുടെ 13 കൊച്ചുമക്കൾ, പിന്നെ അവരുടെ കൊച്ചുമക്കൾ, ഇങ്ങനെ വലിയ ഒരു കുടുംബത്തിൻ്റെ നായിക എന്ന രീതിയിലാണ് അമ്മച്ചി ഇന്ന് നമ്മോട് വിടവാകുന്നത്. ദൈവം നൽകുന്ന കൃപകളോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ കുടുംബത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. വിശ്വാസമുള്ള ജീവിതം, മക്കളെ ജനിപ്പിച്ച് വളർത്തി അവരെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അവരുടേതായ സ്ഥാനങ്ങളിൽ വളർത്തി ഉയർത്തിയ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ ഫലമാണത്. ദീർഘകാലം ജീവിക്കാൻ ദൈവം അനുവദിച്ചു. ദീർഘായുസ്സ് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്ന് നമുക്കറിയാം. ഈ ദാനത്തിലൂടെ തനിക്ക് ലഭിച്ച അവസരങ്ങൾ നല്ല രീതിയിൽ അമ്മച്ച് ഉപയോഗിച്ചു. പ്രത്യേക പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വൃദ്ധമന്ദിരം സന്ദർശിച്ച അവസരത്തിൽ പിതാവ് അവിടെയുള്ള ആളുകളോട് സംസാരിച്ച അവസരം പ്രത്യേകം എടുത്തു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രായമായവർ, വാർദ്ധക്യത്തിലെത്തിയവർ, അവരുടെ സാന്നിധ്യം നമുക്ക് മാതൃകയാണ്. അവരുടെ വിശ്വാസ ജീവിതം, അവരെങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ചു, എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു, എങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇത് നമുക്കെന്നും പ്രചോദനം നൽകുന്നതാണ്. അതുപോലെ തന്നെ പ്രായമായവരുടെ മധ്യസ്ഥ പ്രാർത്ഥന, അവർ കൂടുതൽ സമയം അവർക്കുണ്ട്. അവർ മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി, കൂട്ടുകാരെ, സുഹൃത്തുക്കൾ, സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്, ജീവിക്കുന്ന സാക്ഷികളാണ് വിശ്വാസത്തിൻ്റെ. അപ്പോഴേ അവരുടെ സജീവമായ മാതൃകയും സജീവമായ പ്രാർത്ഥനാ അനുഭവവും നമുക്കെന്നും മുതൽക്കൂട്ടാണ്. പലപ്പോഴും ഇന്നത്തെ പ്രത്യേക സാഹചര്യമൊക്കെ ചിന്തിച്ച് പോകാറുണ്ട്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ടൊന്നിനും പറ്റുകയില്ല, അവർ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൾച്ചർ ഓഫ് ഡെത്ത്, അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വിശേഷിപ്പിക്കുക. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ മാർപ്പാപ്പായുടെയും സഭയുടെ നിലപാടും നമ്മുടെ എല്ലാവരുടെയും വിശ്വാസവും ഈ കൾച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സംസ്കാരത്തിലേക്കാണ് നമ്മെ വളർത്തുന്നത്. ജീവൻ്റെ സംസ്കാരം, ജീവൻ അതെല്ലാ തലത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുപോലെ അത് ജീവൻ്റെ സംസ്കാരത്തെ പറ്റിയാണ് പ്രായമായവർ നമുക്ക് നൽകുന്ന സന്ദേശം. ജീവിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ്. ദൈവം കനിഞ്ഞു നൽകുന്ന ആ സന്ദർഭം നല്ല രീതിയിൽ വിനിയോഗിക്കുമ്പോൾ അത് എന്നും സന്തോഷമുള്ളതായിട്ട്, സംതൃപ്തി നിറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു. അമ്മച്ചയും മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ആയിരുന്ന അവസരത്തിലൊക്കെ ആ രീതിയിൽ സ്നേഹം പങ്കുവെച്ചു കൊടുത്തു. അതിൻ്റെ സാന്നിധ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കാണുക.
ഇപ്പോൾ വിശ്വാസത്തിലുള്ള ജീവിതം അതിലേക്ക് നമ്മെ നയിക്കുന്നു. കർത്താവിൽ ജീവിച്ചാൽ അതിൽ നമുക്ക് എന്നും സന്തോഷിക്കാനേ അവകാശമുള്ളൂ. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ചൈതന്യം, അതാണ് അമ്മച്ചി നമുക്ക് നൽകുന്ന വലിയ സാക്ഷ്യം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. ദൈവം നൽകുന്നതിനോട് ദൈവം നൽകുന്ന കൃപയോട് സഹകരിച്ച് ജീവിക്കുക, അതാണ് നമ്മുടെ വിളി. വൈവിധ്യമാണ്. 7 മക്കളെ നൽകിയിൽ 2 പേര് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവർക്ക് ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കാൻ പറ്റിയില്ല. എങ്കിലും അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ തിരുക്കർമ്മങ്ങളിൽ ആത്മീയമായി പങ്കുകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സഹോദരി നാട്ടിലാണ്. ആ സഹോദരിക്ക് ഒരു പക്ഷേ ഈ തിരുക്കർമ്മങ്ങളിൽ ഇവിടെ ഒന്ന് സംബന്ധിക്കാൻ സാധിച്ചില്ലെങ്കിലും ആത്മീയമായി സംബന്ധിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെയുണ്ട്, പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, എല്ലാവരും ഒന്നുകൂടി വലിയ കുടുംബത്തിൻ്റെ നായിക എന്ന രീതിയിൽ അമ്മച്ചി നമ്മൾ യാത്രയാക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ആഘോഷമാണ്, ജീവൻ്റെ ഒരു ആഘോഷമാണ്, ദൈവത്തിലുള്ള നന്ദി പ്രകാശത്തിൻ്റെ അവസരമാണ്. അതുപോലെ ദൈവത്തിലുള്ള മഹത്വീകരണത്തിൻ്റെ അനുസ്മരണവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചോളം അമ്മച്ചി അടുത്ത് അറിയാവുന്ന എല്ലാവർക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും കൂടുതൽ അറിയാം. മറ്റ് ഉള്ളവരെ മെഥിപ്പാറ കുടുംബത്തോടെ ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ അമ്മച്ചിയുടെ സാന്നിധ്യം നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സ്നേഹം എന്നും നമ്മോടുകൂടി ഉണ്ടായിരിക്കും. ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം നമ്മൾ ദേവാലയത്തോടുകൂടെ പറഞ്ഞ് നമ്മൾ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ അവസരത്തിൽ ചെല്ലുന്ന അവസാനത്തെ പ്രാർത്ഥനയിൽ ആശംസയിൽ പറഞ്ഞതാണ്, നാം ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനിയും ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് വയ്ക്കുക. കാരണം ആ പ്രാർത്ഥനയിലുള്ള വിശ്വാസം, കാരണം പ്രാർത്ഥനയിലൂടെ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായിട്ട് തീരുകയാണ്. മരിച്ചു പോയതോടുകൂടി നമ്മൾ കടന്നു പോവുകയാണ്, ലോകത്തോടെ യാത്ര പറഞ്ഞു പോവുകയാണെങ്കിലും മറ്റൊരു അന്തരീക്ഷത്തിലേക്ക്, മറ്റൊരു ജീവിത സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാണ് കുറിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വേദപുസ്തകവായന അതിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ലാസറിൻ്റെ മരണത്തിലുള്ള സങ്കടത്തിൽ ഈശോ തന്നെ സന്നിഹിതനായിരുന്നു അവനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന അനുഭവം. അത് മരണത്തോടെ അവസാനിക്കുന്നില്ല, പുതിയൊരു ജീവനിലേക്ക് വരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ലാസറിൻ്റെ പുനരുത്ഥാനം ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലും നമ്മൾ മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല, മരണത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഈശോ തന്നെയും മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ അടിസ്ഥാനമാണ്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി വിശ്വസിച്ച് ജീവിക്കുകയും അന്ത്യത്തിൽ വിശ്വാസത്തോടെ തന്നെ അവരെ യാത്രയാക്കുകയും സ്നേഹത്തിൽ അവരെ ഓർമ്മിച്ചുകൊണ്ട് ഹൃദയത്തിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. നമ്മൾ ഓർക്കുന്നിടത്തോളം കാലം അവർ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ശൈലി അതാണല്ലോ, ഇനിയാൾ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഇനിയാൾ ഓർമ്മയായി എന്നാണ് സാധാരണ പത്രശൈലിയിൽ പറയുക. ആ ഓർമ്മകളിലാണ് പിന്നെ അവരുടെ ജീവിതം. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ അവരുടെ എത്ര പ്രായമായിരുന്നാലും അവർ നമ്മൾ ഓർക്കുന്നു, എത്ര പ്രായമായിട്ട് മരിച്ചാലും അവർ നമ്മൾ ഓർക്കും. നമ്മൾ മരിക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ അവർ ഓർക്കും. കാരണം അവരുടെ ജീവൻ്റെ തുടർച്ചയാണ് നാം എല്ലാവരും. അതുകൊണ്ട് ആ ജീവൻ്റെ രഹസ്യങ്ങൾ നമുക്കായിട്ട് പങ്കുവെക്കുന്നുള്ളത് അത് നമ്മളും അടുത്ത തലമുറയിലേക്ക് പിന്നത്തെ തലമുറയിലേക്ക് പങ്കുവെച്ച് കൊടുക്കുകയാണ്. ആ രീതിയിൽ വിശ്വാസത്തിൻ്റെ ഒരു പങ്കുവയ്ക്കൽ അത് തലമുറകളോട് നീണ്ടു നിൽക്കുന്ന അനുഭവമായിട്ട് മാറ്റുന്ന ഒരനുഭവം അവരിലൂടെ അടുത്ത തലമുറകളിലൂടെ അവരുടെ തന്നെ ജീവിതം തുടരുന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം. ഇതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നന്ദിയോടെ സ്നേഹത്തോടെ വേർപാടിൻ്റെ വേദനകൾ ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിലുള്ള വിശ്വാസം അതെന്നും വിലപ്പെട്ടതാണ്, അനുഗ്രഹമാണ്, ആശ്വാസമാണ്. കാരണം കർത്താവ് മരണത്തെ അതിജീവിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, മഹത്വത്തിൽ ജീവിക്കുന്നവനാണ്. കർത്താവ് വിശ്വസിക്കുന്നവരും അവരോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ പൗലോസിൻ്റെ ലേഖനത്തിലും ഈശോയുടെ സന്ദേശത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് ഈ കുർബാന അർപ്പിച്ച് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും തുടർന്നുള്ള നമ്മുടെ തിരുക്കർമ്മങ്ങളിലെ പ്രാർത്ഥനകളിൽ ഒക്കെ നമ്മൾ ഓർത്തുകൊണ്ട് മരിച്ചുപോയ എല്ലാവരെയും ഓർക്കുന്ന, വിശേഷിച്ചും ഇന്ന് നമ്മോട് യാത്ര പറയുന്ന ഈ അമ്മച്ചിയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും
പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം മാനുഷിക വാക്കുകൾക്ക് ആശ്വസിപ്പിക്കാനാവില്ല. ദൈവം തന്നെയും നമ്മെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. അതിൻ്റെ സമയം അതിൻ്റേതായ എടുക്കും. ആ അവസരത്തിൽ കൂടുതൽ ദൈവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കായിട്ട് തന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വീകരിക്കുമ്പോഴേ നമുക്കത് ആശ്വാസമായിട്ട് അനുഗ്രഹമായിട്ട് തീരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നും മാറിയേശു പിതാവിൻ്റെ മധ്യസ്ഥയിലും മർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത മനോഭാവത്തിലുമൊക്കെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് സകല വിശുദ്ധയുടെ സംരക്ഷണയിൽ അമ്മച്ചെ നമ്മൾ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതോടൊപ്പം ദൈവാത്മാവിൻ്റെ ആശ്വാസവും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും വിശേഷിച്ചും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കടന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. യാചിക്കുന്നു. മാമുദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്നേ. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന് മിശയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് പ്രതീക്ഷ മരണമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ മിശയുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശയുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണോത്തര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന വിദ്യ ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിവാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനീപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരെ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രിയസിലേക്കുമാ സഭയിലും മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം നീട്ടണമേ. ദൃശ്യവും അദൃശ്യമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും എൻ്റെ യാവറും യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും വന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളെ മാറി മതിപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ രാജ്യം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യാനുമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടുകൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ. സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ. മാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദൈവ
സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായിൽ തറക്കിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമായിട്ടുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുക നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാൽ നിരവരേശങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ഈ സമൂഹത്തിന് നമുക്കെല്ലാവർക്കും വനതാത്തൊരു മിസ്റ്ററും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിനകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സാർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിസ്സത്യരായ ഏകാഗ്നിയോടെ ഭക്തിയോടും കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദിൻ സഹവാസവമീ ഉയരങ്ങളിലേക്കുയരത്തെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരത്തെ ഹൃദയവികാര
പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രയത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരകളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എൻ്റെ ഒടുന്നാലും ലോകത്തെയും അതുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളിലെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായി അങ്ങേയക്കം പറ്റി ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരുടെ ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാഥാനിൻ കീർത്തനഗീതികളാൽ നിറയുന്നു വിണ്ണും ഭൂതലവും ഉന്നത വീതിയിൽ ഹോശാന ദാവീദിൻ സുതൻ ഹോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടാം. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ജന്മജാതനും അങ്ങയുടെ സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതീക്ഷയുമായ വചനമാന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനാശ്രയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഒരു ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും മരകനരുമകലരുമായ ദാസർ നിന്റെ തിരുസന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃദുരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാനു വേണ്ടിയും മാർ ജോയ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ സകല മരിച്ചവർക്ക് വേണ്ടിയും വിശിഷ്യായി ഇന്ന് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവ് കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവനിയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ഇവരകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ അഭിഷേകം അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്യകന്മാർ, വേദപാരംഗരന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവം ജീവദായകമാടെ അളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമെ സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകൻ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാതൊരു പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇനി ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പില്ല വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനും വിസ്മയാവകമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഉപവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും കുടുംബത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഹത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധരവും പരിശുദ്ധവും ജീവദായകൻ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവിശ്വം ശിഹായേ നിന്റെ തിരുനാമത്തിനെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ജീവദായകമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രചുര പാപമാതിന് രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച രഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വം ശരീര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണവും ക്ഷമിക്കണമേ. മഹോനെ ദൈവമാങ്ങിയ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അത്തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തോടുത്തരുതേയും ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നവൻ്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ ഓടെ നാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശദീകരണത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഏർപ്പിക്കുന്നു.
ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിച്ചുവെന്ന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ജീവൻ കർത്താവേ, ശംശയുടെ കൃപാവരവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മരണത്തിൽ നിന്നുള്ള ഫലം കല്ലറിലേക്കുള്ള വഴി തുറക്കുന്നുവെങ്കിൽ നമ്മുടെ വംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു വന്നു. രക്ഷ അറിയിക്കുന്നവൻ്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ വരുവിൻ, മിശിഹയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം.
പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സിദ്ധരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകട്ടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ അമർത്യത്തിന് ഔഷധമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവടു കൈക്കൊണ്ടരുളണമേ. തിയോളജിയുടെ സമയമാണ്. Please be seated.
on behalf of the family, I just want to say a quick thank you to all of you. Before we head out, there will be 2 eulogies. I invite our first eulogist to come up, Amma's eldest granddaughter, Jasmine Methipara. Sorry. It's earrings. Good morning, everyone. As news of Amma's declining health came in, many thoughts circulated my head. We've been here before. She can definitely bounce back. Then, well, she is 98. This was bound to happen at some point. And then back to, no, Amma's a fighter. She'll be fine. But as we all know, at some point, we have to say goodbye. Very few people get to experience life for as long as she did. And also, from my perspective, very few people get to hold on to their grandparents for as long as I have. As someone who's almost 40, I know she was almost 100, but it's still a little difficult to say you're almost 40. I've been able to see a lot of relationship dynamics play out. I had a lifetime of interactions with grandparents and great-grandparents. Over roughly the last decade, I've been able to witness the joy of grandparenthood through a different lens with my own children and parents. When I became a mother, I was able to understand what women in generations before me went through. After labor and delivery, I couldn't help but think, wow, Amma did that 8 times. Having children and watching them grow into little people has a way of releasing stories from the depths of your memory that you forgot were even housed there. When I see my parents trying to sneak sweets to their grandchildren, I remember the little candies that Amma used to quietly pass to Jomi and me with a smirk and hushed tones. Grandparents seem to all read from the same playbook, no matter the generation. When Nina quickly recalls family events, birthdays, and stories from the past, I'm reminded of the genetic lineage that brought her those gifts. Watching my kids perform home eye exams to make sure Devin didn't need glasses sparked the memory of my brother and I teaching Amma the English alphabet so she could take her own eye exam here in the US. Even simply giving children milk led to childhood stories from my dad of coming home to Amma from school as a young child for a little papum. That's what you did back then. So much has changed in the practices of motherhood, and yet I have more in common with Amma than I ever really knew, because at a very basic level, so much is still the same. The same recipe applies for mothers of any generation. Love and be loved. And boy, was Amma loved. For over 70 years as a mother, over 40 years as a grandmother, and over 10 years as a great-grandmother. Being part of that first-generation cohort here in the US, I know my relationship with my grandparents was very different from that of my parents with their grandparents in Kerala, and also in the relationship they have with their grandchildren. My biggest barrier was communication, which is unfortunate because for anyone who knew Amma, you knew she liked to talk. She could go on and on about anything. She would even talk to Jeff without end, and even when I wasn't present to translate, Amma seemed convinced that Jeff understood everything. In some ways, Amma did have supernatural strengths. By virtue of her age alone, she was exceptional. The power, though, that I'm referring to can be described in some ways as a gravitational pull, both in life and death. You see it very clearly in large, tight-knit families like ours, where there's a convening power around elders.
Grandparents are the common link in cousin relationships, and by simply being present in our lives for as long as she has, Amma has enabled our family to grow considerably in our connection and love for each other, and we will all be forever grateful for that. With Amma's passing, we've arrived to the end of an era. Once a generation is lost, it can only be kept alive through the art of storytelling. And I encourage everyone here to do just that. Share her stories. Share your stories. We all have more share-worthy experiences than we think we do. Storytelling will not only bring us closer together as a family, but celebrate a favorite activity of a wonderful, loving, God-fearing woman, our Amma, who has touched the lives of so many people in her long life on this earth. May she rest in peace, and may her memory forever be etched into our hearts. Thank you. Moving eulogy. I hope we can all share our own stories, memories of Amma. For our second eulogy, I invite up the only grandchild that Amma never forgot, whose name Amma never forgot. Even in her old age, she would fumble with all of ours, but she never forgot Annam. So I invite Annam Methipara to give our second eulogy. I'm going to preface this by saying this is probably longer than most eulogies, but I was reminded of a Mark Twain quote when he said that he prefaced the letter saying, "I'm sorry about the length, I didn't have enough time to make it shorter." So, okay. Amma was my grandmother and I was her grandson. But to put it more accurately, we were besties. There was never a dull moment, never an awkward silence. The most boring activities would be the most exciting things ever with Amma. There was a lot of laughter and smiles, a lot of storytelling and side eyes, a lot of hugs and ummas, and of course there was some anger and disagreements, but that comes with any good friendship. If Amma was happy, I was happy. If Amma was crying, I was crying. It's hard to describe the dynamic we had. I was like the dutiful, loyal grandson who would do anything to make her comfortable and happy, who also took every opportunity to roast her and to joke around with her. I don't actually have many memories of Amma when I was a kid. Like Jasi Chechi, I grew up with Amma and Appin, and the only thing that I remember right now is that I would always give stuti to Appin and Amma first after finishing rosary, and always saying, "Bye Amma, bye Appin," whenever we left the house. I will miss all the opportunities to be goofy with her. When she took out her dentures, I would always call her Palilatama and say things like Palilatama vandu. She was the cutest when she took off her dentures. Side note, but I always thought that if there was a cutest Ammachi contest, she would definitely win. Everything about her was so adorable. When I saw her walk around the house in her walker, or if she was just making some jiravelum in the kitchen, reading the patram, all the little things would always make me smile. And thanks to Mary Auntie, Amma would always be rocking the cutest sweaters. Another cute thing about her was the way she said English words. My favorite was when she says, "You're welcome." I remember during Halloween, I would have Amma give out some of the candies to the kids. And the kids would say, "Thank you." And I would say, "Amme, pilere thank you parimbola, amme na parende."
And then she would say, "Welcome." I don't know why, but that always melts my heart. More than English, I will miss being able to talk with her in Malayalam. Amma rarely got frustrated with my broken grammar and always seemed to understand what I was saying. She never made me feel self-conscious about speaking Malayalam and always made me want to improve. I also like being playful with Malayalam with her and try to make her laugh. When Amma removed her dentures and had her circle glasses, she would look like a turtle. So I would say, "Amma oru aamayana." It was both a funny way, it was both very funny and a good way to learn the difference between and in Malayalam. I also remember trying to make up Malayalam alliterations to say to Amma for fun and being very giddy to see her reaction. I think randomly one time I walked up to her and said, "Amma, tingalaichayil oru tadiyan tatta takkali tonda tinnu." I would also try to use new words that I learned in our conversations. One time, someone was coming downstairs, and Amma asked me, "Who's coming down?" And I spontaneously said, "Amma chelpe adoru yakshiyana." She would just respond, "Hoda," and go storm off with her walker, and I would die laughing. Okay, sometimes I admit I was a bit overboard on the silliness, and she would think my tamasha was simply goshti. But that was a unique part of our dynamic. Our relationship wasn't just based on this silliness. There was a real love and duty that I felt toward her. I tend to be very caring and nurturing, and Amma always needed a hand with something. Whether it be making her afternoon coffee, putting on her music or Qurbana CDs, giving her massages, cutting her nails, or putting on her winter coat, I was her man. When she was in the nursing home, I became an expert at putting her in the bathroom and putting her to bed and making sure she was nice and cozy before I would say goodnight, give her a goodbye kiss, and tell her when the next time I would come was. This never felt like a chore. It never does with someone you truly want the best for. Instead, I always saw this as a huge honor and privilege for me, and I'm so grateful for the opportunities I had to be with her and to serve her. I also didn't have to do anything to feel like I was there for Amma. Sometimes each other's company was enough. A lot of times we didn't have to say much. At home it was her maybe drinking coffee and reading the newspaper while I was on my computer. When she was laying down on her bed, sometimes I would sneak in and lay down in the space between her and the wall. Both of us fit perfectly on that twin bed. Sometimes I would just lay down for just 10 minutes, but other times I'd fall asleep and we'd take a nap together. At the nursing home, we would watch whatever was playing on TV, with me occasionally asking some questions to make sure she was paying attention. I remember one time we were watching Shrek, and I was like, "Amma nokke, karuda, karuda." I would go mostly in the evenings to the nursing home because I would always feel guilty about leaving her during the middle of the day because I knew that she would always want me to stay longer. The thought of Amma possibly being alone or helpless or unhappy often makes me emotional. There were several times where I would tear up while going to the elevator because she would be pleading to have her take her to bed, but the CNAs would want her to go to bed at a certain time. So that's why I would prefer to go in the evenings and leave once I put her to bed. The flip side is how emotional I would be when I saw how much I brightened her day.
One time I remember walking in and seeing Amma staring blankly in a room full of other residents, sort of melancholic. But right when she saw me coming from the hallway, her face instantly brightened up and she had the biggest smile. Even during COVID, I would schedule video calls with her. I remember her smiling so wide, trying to tell the CNA who was with her, who does not know Malayalam, that, hey, this is my grandson, and being so proud. I remember telling her one time how happy I was to see her after not having a video call in a couple of weeks, and she responded by saying, "Aniye കാണാൻ എനിക്ക് ഒത്തിരി കൊതിയുണ്ടാവുന്നു." This melted my heart. It brought me so much joy to know how much she looked forward to seeing me. This alone was enough motivation to want me to visit her as much as I could. I'll miss the chances to share everything that was going on in my life. Honestly, I'm not big into sharing. Like when I got a new job, when I tell someone, even my parents or brothers, it's like whatever. But I would get super giddy about telling Amma all the new things that were happening. Or birthdays. I'm very low-key about telling people my birthday, and I don't really think it's a big deal. But I would always be super excited to visit Amma and share the news of my birthday and have her wish me a happy birthday. Part of me will always be saddened that I won't be able to continue to share these things. And like, to quote the poet Cloud 21, I've done incredible things with my life, but in my heart I'm not content because she missed it all. It was not just good things either. I would also share when I was feeling down. I had mentioned to some people that Amma functioned as my antidepressant. There were many times in the past few years I've been very stressed or overwhelmed, and being with Amma helped me put things in perspective, made me think of what really matters, gave me purpose and meaning in life. The past few months have been especially hard, and there have been days in which I would not be able to get out of bed and not be motivated. But whenever my dad told me that he was getting a video call from I instantly jolted out of bed, went downstairs without hesitation. Because while I was questioning whether everything else in life had any meaning, there was never a question when I was with Amma. For all the things I did for her, I really believe she did more to uplift me. We needed each other. I'll miss the stories she would tell me about, things back in the day. In high school, I became really interested in family history, Kerala, and how her experiences were like. Apparently, it was a match made in heaven, because if there's one thing Amma loves to do, it's to talk. I wanted to learn all that I could from Amma about her life before she died. So I wrote down some of the things that she had mentioned, including like the origins of the Methipara family branch from the Chakalakudi and Tekekara family, which she learned from Appan's mom, and how Amma's family moved to Maradi from Nediyashala, and the different family names that she had before. She also outlined her family tree all the way up to her paternal and maternal great-grandparents. So my great-great-great-grandparents. There's also a couple stories I wrote down, and I just wanted to share one. And this is from something I wrote May 26, 2012. Amma said another story today. Since next week is my last week of high school, I asked her to guess if I was going to feel sad on my last day as an unimportant question. After she said that I might be sad because I'd have to leave all my friends, I asked her about how she felt on her last day of school, the end of 4th grade. She was telling me how she wanted to talk, laugh, and be with her classmates on the last day. But since she did not have class that day, her dad said he really needed her help to plant ginger that day.
She really wanted to be with her friends for the last time, but she was disappointed that she would not get the chance to do so on that important day. She said she never went inside that school again. She'd seen it, but never went inside. It was a very emotional memory, and Amma began to tear up. Then she said something like, "Well, imagine how it must have felt when I was a kid. At this age, I still feel sad emotions." As a kid, she must have thought it was unfair. She really wanted to be there, but she couldn't. I, as well as everyone, have shared these sorts of feelings once in their life. And this narrative helped me see a more complete humanity in Amma. I was able to see that we had shared similar feelings of childhood, of hope and disappointment. It helps me to remember that my grandma was also a child at one point. Even though she grew up in the olden days, a different time period, a different life, she still was a child, as everyone must be. I wanted to end with, or it's almost ending, with something I wrote during my senior year in high school. It was like an essay, in the beginning of the essay. When my grandfather died, I was shaken. I was only 8 years old, and it was my first experience with death. I was out of town with the rest of my family, and we had left my grandparents at home. On the car ride back, I remember sobbing. But why? I hardly knew my grandfather in any real sense. That is, I hardly recognized his existence besides when my dad told me to put on his socks for him. I knew that I loved him, but I did not show this to him. Now that he had died, I could never show him, and this spurred my agony. Later, I was determined not to make the same mistake of not having loved my loved ones again. I started with my grandmother. It was a gradual process, not even done with full consciousness. I just remember thinking that I did not want her to die without her knowing how much she meant to me. Now looking back at what I wrote 10 years ago, I realize why I feel so content about today and about tomorrow and about Amma. 2 words: no regrets. I put it all out there, and when the final buzzer went off, there was no reason to feel down because I knew I gave it my all, and did everything I could. And when you do that, you can live with no regrets. I want to take a brief moment to say how much pride I have in everyone here and everyone who helped take care of Amma. Amma was the luckiest person to have so many of her kids and grandkids be with her constantly throughout her life, and especially during the last years of life. It's not an exaggeration to say that I think Amma had the most visitors of any resident in the entire history of nursing homes. I remember being in the room at 2:30 a.m. this past Saturday with my parents, my uncles, aunties, right after Amma passed, and remember looking at the room and thinking, this is the dream team right here. I felt so grateful to be part of this team. I especially want to say something about my dad. Usually, we look to our fathers to show us how to be a good father. But over the past few years, what I learned most from my dad was what it means to be a good son. And I hope I can live up to that standard. Of course, part of me selfishly wishes that today was not happening, but life has a way of stubbornly making the inevitable happen. And like Amma always says, marichalam illingalam nale shavamadakana. Except in this case, tomorrow's funeral is today's funeral. And like my dad always reminds me, life goes on. Amma lived a full life, and I want to end
with this, a small prayer Amma would say to tell me to say before going to sleep. And she also mentioned it was a good way to, good thing to say during your last moments on earth. ഈശോ മറിയം ഔസപ്പെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. Thank you, Annam, for sharing a small taste of your relationship with her, allowing us to experience the joys and the sadness, but mostly the joy of celebrating life with Amma. This moment I'd like to invite up Anthony Hudson to share a few words about Amma as well. On behalf of everyone, I just want to express our sincere condolence on the death of your beloved Ammachi. Just want to share with you a thought as a tribute to her. She lived 98 years, 98 long years. I would ask you, children, grandchildren, she has written a beautiful book of 98 pages. Just to flip through the pages, you will see inspiring stories, which is some of which Jamie and Annam shared here. Inspiring stories, stories of love, stories of sacrifice, commitment, faith, respect, being united in the sacrament of marriage. All these, a lot of stories. I was able to read a few pages, last few pages of maybe 20 pages. She wrote 98, I read a few. I was inspired by her presence. The way she attended the Mass, being in the church, respect towards the priest, saying the rosaries, lot of other things. How she took care of her husband and everything, the children. A lot of stories are there, inspiring stories. And this is what you as children and grandchildren could do as a tribute to her. Write these stories. She has written in your heart. Follow those stories, those inspiring stories, and put it into practice. That's the best tribute that you could give to this grandma. And today, she's writing the 99th page of her return to God with great hope. May God bless this family, and may God bless Ammachi for all what she had been to this community, to the parish, while she was on earth. Thank you. Thank you, Anthony, for sharing your experience and for giving us all something to think about, reflect on. At this moment, I'd just like to share my thanks, my gratitude for our bishops and our priests who are with us the past 2 days. For all of you, for your love, your support, your heartfelt condolences. We, the family, really appreciate this, appreciate your presence here today. At this moment, I'd like to say that as we move to the cemetery for the last part of the funeral rites, we ask that only the immediate family stays back to be part of the funeral procession. For everyone else, we ask that you actually leave here to go straight to the Maryhill Cemetery. Once you arrive, you will take the second right. It's in section 10A. Please make sure to park on the right side, either on that second right or even before that, so that the hearse has enough room to make it through to the gravesite. We will all join with you momentarily. Really want to just once more just say how thankful we are for your presence here
yesterday, but also through the years, through Amma's long life. Thank you for the presence in our lives, and the presence in her lives. We hope that you will be able to share all those memories you had with her with those you love as well. Thank you. നമുക്ക് എഴുന്നേൽക്കാം. വിടവാങ്ങൽ ശുശ്രൂഷ ദേവാലയത്തോട് വിടവാങ്ങൽ ശുശ്രൂഷയുടെ പ്രാർത്ഥനകളാണ്. അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ച് മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനും ഇളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, മേൽ കൈവച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാലത്ത് പ്രകാശം ഉദിച്ച് മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കബറിടമൊളി ചിഹ്നം. അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതൽ നീക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നയിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാരുടെ സമൂഹത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഏർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തന്നെ മാതാവായ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടി ഇയാളെ തൻ്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരത്തിൽ ഞങ്ങളെ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു.
മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിന്നിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇനിയുള്ള സമയം വിയോഗിക്കാനുള്ള സമയമാണ്. നമ്മൾ അവസാനം അന്ത്യോപചാരം അർപ്പിക്കാനായിട്ടുള്ള പുറകിൽ ഉള്ള ആളുടെ മുതൽ വന്ന് വിയോന് വരിക. സ്റ്റാർട്ട് ഫ്രം ദി ബാക്ക്. എൻ്റെ സഹോദരിയെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും ആഹളനാദം, ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയല ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതഗണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുത കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമാ ഉദ്ധാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിയും ജയലാളിതരായി വന്നീധരയിൽ കുരിശിൽ പ്രഭയായി പരിവേഷ്ടിതരായി. ആകാശത്തിൽ ദൂതന്മാരും ഭരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴി
പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോ ഉന്നതനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലങ്കൃതരായി വരുവിൻ വരുവിൻ നൃപനേ മുറപോൽ എതിരേൽപ്പതിനാ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. നിത്യമായോർ വാസസ്ഥലം
സമയം